ഞാനൊരു സ്ഥലത്ത് പോയാൽ നമുക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം കണ്ടാൽ പണ്ടൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ഒന്നിനും മറുപടി പറയാതെ ഇങ്ങനെ മാറി ഒരു സൈഡിൽ ചിരിച്ചിരിക്കും. എന്നെ ദ്രോഹിച്ച ഒരു മനുഷ്യനാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നതെങ്കിലും എനിക്കറിയാമെങ്കിലും ഞാനത് ഭാവിക്കില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ പഠിച്ചു. ലോകം അങ്ങനെ മാറിക്കഴിഞ്ഞു രജനീഷ്. പക്ഷെ ആ മഞ്ജു അല്ലേ കുറച്ചുകൂടെ നല്ലത് ചേച്ചി, പ്രതികരിക്കുന്ന മഞ്ജു. അന്ന് ആ കാലത്ത് പ്രതികരിക്കാൻ പറ്റുമായിരുന്നു. ഇക്കാലത്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്നെ ആയിരിക്കുമല്ലോ വെട്ടുന്നത്, എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അച്ഛനെ അമ്മയും വെട്ടു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളത് പേടിക്കണം. ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്നെ വെട്ടിയെ തീർന്നു. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുക എൻ്റെ ബന്ധുക്കൾ പോയാൽ എനിക്ക് സഹിക്കില്ല. അപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു, എൻ്റെ മകൾക്ക് എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. പക്ഷെ എന്ന് വെച്ച് വായടച്ച് പഞ്ചപുച്ഛമടക്കിയിരിക്കുമെന്ന് പറയുന്നില്ല. പ്രതികരിക്കേണ്ട അവസ്ഥകൾ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കും. അത്ര ക്രൂഷ്യൽ ആണെങ്കിൽ ഞാൻ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞത് എന്നെ ഉപദ്രവിച്ച ഒരാളുടെ അടുത്താണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ക്ഷമിച്ചാലും കുഴപ്പമില്ലാന്ന് തോന്നുന്ന സ്ഥലത്താണ്. എന്നെ ഉപദ്രവിച്ച ആൾക്കാർ, എന്നെ ദ്രോഹിച്ച ആൾക്കാർ, എന്നെ കുറിച്ച് മോശം പറഞ്ഞ ആൾക്കാരെയൊക്കെ പണ്ടൊക്കെ ഞാൻ വേറൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പണ്ടൊക്കെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരുടെ അടുത്തും ഒരേപോലെ പെരുമാറി കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സീരിയസ്ലി സോഷ്യൽ മീഡിയ ഒരുപാട് മോശമായി. കാരണം മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു പോസ്റ്റ്, വളരെ നല്ല പോസ്റ്റ്, ഡീസൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് വന്നാൽ അതിൻ്റെ അടിയിൽ നമ്മളെക്കുറിച്ച് ഭയങ്കരമായിട്ട് മോശം എഴുതുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ മെസ്സേജസ് വായിക്കാറില്ല. പക്ഷേ എങ്കിലും ചില ആൾക്കാർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വട്ടം വരച്ച് നീ ഇത് കണ്ടോ എന്ന് ചോദിച്ച് നമുക്ക് അയച്ചു തരും. അത് വേറൊരു മാനസികാവസ്ഥയാണ്. മാനസിക രോഗികളാണ്. അപ്പം അത് കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, ഇത് നമുക്ക് പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ ഈ അയച്ചവൻ ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അവനും ചിലപ്പോൾ നമ്മളെടുത്ത് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്നവനായിരിക്കും. ചില മാനസിക രോഗികളാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തീരെ കുഞ്ഞുങ്ങളും വയസ്സായ ആൾക്കാരും അല്ലാതെ വേറെ ആര് വന്നാലും ഞാനൊരു ഡിസ്റ്റൻസ് ഇട്ടേ നിൽക്കാറുള്ളൂ. അതൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ല, നമ്മളെ പഠിപ്പിക്കുന്നതാണ് ലൈഫ്. ഒരാളെടുത്ത് മിണ്ടാൻ തന്നെ പേടിയായി തുടങ്ങി. പക്ഷെ മഞ്ചേച്ചിയുടെ ടെററിന്റെ ഒരു അംശമാണ് എനിക്ക് തോന്നുന്നു. കല്യാണിയിൽ ചില സമയത്ത് അവരുടെ മുഖത്ത് വരുന്നൊരു ബോൾഡ്നെസ് ഉണ്ട്. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ് അവരുടെ ഉള്ളിലുള്ളതെങ്കിലും മുഖത്തൊരു ബോൾഡ്നെസ് ഉണ്ട്. ആ ബോൾഡ്നെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ചേച്ചിയുടെ മനസ്സിൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടാവണം. ഇല്ല, ഒരു കഥാപാത്രത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ ഏത് ഭാവം കൊടുത്താലായിരിക്കും ശരിയാവുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇത് കണ്ടതിന് ശേഷം ചിലപ്പോൾ ഓക്കെ ആണോ ഇല്ലേ എന്നുള്ളത് ഡയറക്ടർ പറയുമായിരിക്കും. ആ സമയത്തൊക്കെ ചേച്ചിയുടെ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ ഉള്ളൊരു സംഗതിയുണ്ട്. അതെങ്ങനെയാണ് ചേച്ചി പിടിക്കണേ? അല്ല, അത് വിവേകാണ്. അതിൽ മെയിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് വിവേകാണ്. കാരണം വിവേക് വന്ന് കഥ പറയുമ്പോഴേ വിവേകിന്റെ കഥ പറച്ചിലാണ് ഭയങ്കര രസമാണ്. ചേച്ചി കല്യാണി എന്ന് പറയുന്നത് ഭയങ്കര ഹസ്കി ആയിട്ട് സംസാരിക്കുകയുള്ളൂ. ഇങ്ങനെ ടോണിലാണ് പറയുക. അത് നമ്മുടെ ഷൂട്ടിന് തൊട്ടുമ്പോൾ കല്യാണിയുടെ ബോഡി ലാംഗ്വേജ്, ബോഡി സ്ട്രക്ചറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കല്യാണി എന്ന് പറയുന്നത് കുറച്ച് ബോൾഡായിട്ടുള്ള സ്ത്രീയാണ്. ഏതൊരു പുരുഷനും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അട്രാക്ഷനാണ്. അവരെ നോക്കി നിൽക്കും. പക്ഷെ കല്യാണി തിരിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ മുഖം താഴ്ത്തും. അതാണ് കല്യാണി. അപ്പോൾ ഇവർക്ക് അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഇവരുടെ കയ്യിലിരിപ്പ് അത്ര ഇതായതുകൊണ്ട് ആരും അടുക്കില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവനെ ബോൾനെസ് വരാനാണ് തോർത്തില്ല എന്നുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞ തോർത്തില്ലെങ്കിൽ ബോൾനെസ് വരുമെന്ന്? അത് വൾഗറല്ലേ വരുള്ളൂ. അവസാനം പറഞ്ഞ് തോർത്ത് തരാം വാ എന്ന് പറഞ്ഞതാ. അപ്പൊ അതെനിക്ക് പേഴ്സണൽ ചെയ്യാം. ഞാൻ തോർത്തിട്ടില്ലെങ്കിൽ അത് വൾഗാരിറ്റി വരുള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒരു ബോഡി അല്ലല്ലോ നമുക്ക്. വിവേക് പറയും ചേച്ചി ഷോൾഡർ ഇങ്ങനെ ഇരിക്കണം, തല കുറച്ച് ഇതായിരിക്കണം, ഷാർപ്പ് ഐസ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഓരോ ഷോട്ടിന് മുമ്പും വന്നിട്ട് വിവേക് മൈക്കിലൂടെ ആക്ഷൻ എന്ന് പറയാറില്ല. ഷോൾഡർ അപ്പ്, ഐസ് ഷാർപ്പ്, ഹെഡ് അപ്പ്, ഷാർപ്പ് ചേച്ചി കല്യാണി എന്നേ വിളിക്കുള്ളൂ. അല്ലാതെ ആക്ഷൻ എന്ന് വിളിക്കില്ല, കല്യാണി എന്ന് വിളിക്കുള്ളൂ. അപ്പം ആ കല്യാണിയായിട്ട് മാറിപ്പോകുന്നതാണ്. അതിന്റെ പൂർണ്ണ അവകാശം ഈ പറഞ്ഞ പോലെ നമ്മൾ ആക്ട് ചെയ്തു, അത് ചെയ്യാൻ പറ്റി വിജയിപ്പിച്ചുവെങ്കിൽ അത് ദൈവത്തിന്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം വിവേകിൻ്റെതാണ്. പ്രത്യേകിച്ചും തോന്നില്ല. ഞാൻ പിന്നെ പൊതുവെ എൻ്റെ ഒരു സ്വഭാവം, നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ ഞാനായിട്ട് തന്നെ അങ്ങ് സങ്കല്പിക്കും. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ ആണെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കും, ഇങ്ങനെ എനിക്ക് വന്നാൽ എന്ന് പറഞ്ഞിട്ട് അതിനെ ഇട്ടങ്ങ് നീറി
നമ്മുടെ മനസ്സിലിട്ട് ഇതാക്കി കഴിയുമ്പോൾ അതാണ് ശരിക്കുള്ള പ്രോസസ്സ്. അത് നമുക്കറിയാതെ അങ്ങ് വന്നു. അതിപ്പോൾ സങ്കടമാണെങ്കിലും ഹാപ്പിനെസ് പൊതുവെ എനിക്കുണ്ടല്ലോ. അതങ്ങ് കോമഡി ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല, അതങ്ങ് വരും. കുട്ടിയമ്മ ശരിക്കും കുറച്ച് മോണോ ആക്ടിന്റെ ലെവലില് പാളിപ്പോവാൻ സാധ്യതയുള്ള ചില ഏരിയാസ് ഒക്കെ അതിനകത്തുണ്ട്. പക്ഷേ അത് ത്രൂ ഔട്ട് നമുക്ക് ഒരു തരത്തിൽ പോലും അത് ക്യാരക്ടർ അല്ലാന്ന് തോന്നിയില്ല. ചേച്ചിയുടെ കാലിന്റെ വയ്പും ഒക്കെ ക്യാരക്ടർ അല്ലാന്ന് ഒരു സ്ഥലത്ത് തോന്നിയിട്ടില്ല. ഒരു ഫ്രെയിമിൽ പോലും നമുക്കൊരു തെറ്റ് പറയാൻ പറ്റാത്ത രീതിയിൽ ആണത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയത്. അവിടെയും ഇതേപോലെ ചില സാധനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കോൺഷ്യസ്ലി നമ്മൾ കാലൊക്കെ ചേച്ചിയുടെ ആക്ഷനൊക്കെ അങ്ങനെ വെക്കണ്ടേ. അപ്പോൾ വെക്കുമ്പോൾ ഇത് അങ്ങനെ തന്നെ ഇരിക്കണ്ടേ ഫുൾ ഷോട്ടിലും. അപ്പോൾ ഒരു കരുതൽ വേണം. കരുതുമ്പോൾ നമ്മൾ ഡയലോഗ്സ് ഉണ്ട്, അതേപോലെ തന്നെ അതിനകത്ത് ഇമോഷൻസ് ഉണ്ട്. ആ സ്പേസിലൊക്കെ അത് രസമായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത്രയും രസിക്കില്ല. അപ്പം ഉള്ളിൽ എന്റർടൈൻ ചെയ്യണം ചേച്ചി. ആ ക്യാരക്ടർ ഇങ്ങനെ പോകുമ്പോഴും എന്റർടൈൻ ചെയ്യണം. ചിലപ്പോൾ ക്യാമറയിൽ ഈ പതിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ചിലപ്പോൾ കോൺഷ്യസ് ആയിരിക്കും, പക്ഷെ നമുക്കത് മനസ്സിലാവണില്ല. നമ്മൾ ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. ആ പ്രോസസ്സ് എങ്ങനെയാ ചേച്ചി ആസ്വദിക്കുന്നത്? ഞാൻ കോൺഷ്യസ് ആയിരുന്നില്ല. കോൺഷ്യസ് അല്ലാതെ ചെയ്ത 2 സിനിമയാണ്, ഒന്ന് ഹോമോ ഒന്ന് ഫാലിമി. ഞാൻ ഒട്ടും കോൺഷ്യസ് ആയിരുന്നില്ല. കോൺഷ്യസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാരക്ടറിനെ കുറിച്ച് കോൺഷ്യസ് ആവും, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഇത്. ഫാലിമി എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടേ ഇല്ല. മീൻസ് അങ്ങനെ ഒരു അഭിനയം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതെല്ലാം ഒരു നിർജീവമായിരുന്നു. രമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ലൈഫിൽ ഒത്തിരി അനുഭവിക്കുകയോ എല്ലാം ചെയ്ത ഒരു നിർജീവമായിട്ടുള്ളൊരു ലേഡി ആയിരുന്നു. ഹോമിനെ സംബന്ധിച്ച് ഹോമും ഈ പറഞ്ഞ പോലെ അവരുടെ ചുറ്റുവട്ടം, അവരുടെ ഹസ്ബൻഡ്, അച്ഛൻ, മക്കള്, കുടുംബം, അതായിരുന്നു. അതിന് പറയുന്നുണ്ടല്ലോ നഴ്സിന്റെ ജോലി വരെ വേണ്ടാന്ന് വെച്ചത് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കുടുംബം, ബന്ധങ്ങൾക്ക് വാല്യൂ ഉള്ളതുകൊണ്ടാണ് അച്ഛനെ മകൻ പറയുമ്പോൾ അവർ പൊട്ടിത്തെറിക്കുന്നത്. അതെല്ലാ വീട്ടിലും ഉള്ളതാണ്. അവർ തമ്മിൽ മുട്ടനടിയായിരിക്കും, അച്ഛനും അമ്മയും തമ്മിൽ. പക്ഷെ മക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തടാന്ന് പറയും. അതെൻ്റെ വീട്ടിലൊക്കെ നടക്കുന്നതാണ്. ഇപ്പം അച്ഛനും അമ്മയും കൂടെ മുട്ടനടിയാണെങ്കിലും എൻ്റെ ബ്രദറോ ആരെങ്കിലും എൻ്റെ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് ഒന്ന് ശബ്ദമുയർത്തിയാൽ അവരിൽ ഒരാൾ കയറി ഇടപെടും. അതെല്ലായിടത്തും കാണുന്ന. പിന്നെ കാലിൻ്റെ സംഭവം ആക്ച്വലി എൻ്റെ ലളിതാമ്മയ്ക്ക് കാലിൻ്റെ മുട്ടിൻ്റെ പ്രശ്നമുണ്ട്. ആ ലളിതാമ്മ നടക്കുന്ന എപ്പോഴും ഇങ്ങനെ ഒരു ഇതില്ല. സുജിത്തിന്റെ അമ്മയ്ക്ക് കാലിന് ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പം ഈ സുജിത്തിന്റെ അമ്മയൊക്കെ ഞാനോട് ഭയങ്കര ക്ലോസ് ആണ്. ഇപ്പോഴും വളരെയധികം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളും വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ കാല് വെച്ചിട്ട് അമ്മ എപ്പോഴും എന്ന് പറഞ്ഞിങ്ങനെ നമുക്ക് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വരും. അത് നമ്മളിങ്ങനെ കൊടുക്കുന്നതാണ്. ഈ മുട്ടുകാലം വെച്ച് ഇതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ ജോലി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ആ അമ്മയും എൻ്റെ അമ്മയും എല്ലാവരും. അതൊന്നും ആ കാലുവേദന വെച്ച് നമ്മുടെ അമ്മമാരൊക്കെ എന്ത് വേദന ഉണ്ടെങ്കിലും എന്നിട്ട് ഈ ജോലി എല്ലാം കഴിഞ്ഞിരുന്നിട്ടൊരു ഇത് പറച്ചിലുണ്ട്, ഇവിടെ പണിയെടുക്കാനാണോ, അയ്യോ ഒരുത്തനും ഇല്ല സഹായിക്കാൻ. അങ്ങനെ പിറ്റേ ദിവസവും ഈ വേദന വെച്ച് ഇവര് ജോലി എടുക്കും. അതാണ് അമ്മമാര്. അതായിരുന്നു കുട്ടിയമ്മ. മനസ്സിലായി. അതേപോലെ തന്നെ ചേച്ചി കോമഡി ചെയ്യുമ്പോൾ SP പിള്ള എന്ന് പറയുന്ന ഇവിടെ ഒരു കൊമേഡിയനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഫാമിലി എന്ന് വരുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ കോമിക് ക്യാരക്ടേഴ്സിനെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കുടുംബമാണെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഒരാളെ എടുക്കും. ഇത് സത്യത്തിൽ ശരിയല്ല, അതങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ തന്നെ ആൾക്കാര് ചിലപ്പോൾ വിളിക്കും. പുള്ളി ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന കോമഡി ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മള് പാട്ടൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുള്ള കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കണ്ണാലെ നീ എന്നെ കെട്ടിയില്ലെങ്കിൽ കണ്ണീരിലാണ്ട് ഇതിലിട്ട് എന്നിട്ടൊരു സാധനമുണ്ട്. അതൊക്കെ ആ ആക്ഷൻസ് ഒക്കെ നമ്മള് ദൂരദർശനിലൊക്കെ കണ്ടിട്ടുള്ള കോമഡീസിലുള്ളതാണ്. അപ്പൊ അങ്ങനെ തന്നെ കോമഡി ചെയ്യുന്ന ഒരാളെ ചൂസ് ചെയ്തതാണോ അതേ അല്ലാതെയാണോ ഈ ചൂസിങ് നടക്കുന്നത്? ഈ ഫസ്റ്റ് ഇതില് സീരിയലിലും ഒക്കെ കോമഡി ചെയ്താണല്ലോ ചേച്ചി തുടങ്ങണേ? അല്ല, തത്തമ്മ പൂച്ച എന്ന് പറയുന്ന ഇത് ചെയ്തപ്പോൾ ഇവരാരാന്ന് ചോദിക്കുകയും SP പിള്ളയുടെ കൊച്ചുമോളാണെന്ന് പറയുകയും ചെയ്തപ്പോൾ ഇവർക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അതിനകത്ത് ഞാൻ വലിയ കോമഡി ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് സിറ്റുവേഷൻസ് ആയിരുന്നു സബ്ജക്റ്റ്, അല്ലാതെ അതിന്റെ കണ്ടന്റ് സിറ്റുവേഷൻസ് ആയിരുന്നു. നമുക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ചെയ്ത സീരിയലിലൊക്കെ ഞാൻ നെഗറ്റീവ്സ് ചെയ്തിട്ടുണ്ടല്ലോ. സീരിയൽസിൽ കാവ്യാഞ്ജലി എന്നൊക്കെ പറഞ്ഞ സീരിയലിൽ പക്ക ഒരു പവിഴം എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര ഒരു ഗുണ്ടായിരുന്നു അതിനകത്ത്.
അങ്ങനെ ഒരു ക്യാരക്ടർ അത് എൻജോയ് ചെയ്യില്ലേ ചേച്ചി? എനിക്ക് ഇഷ്ടമാണ് നെഗറ്റീവ്. അല്ല, അന്ന് എൻജോയ് ചെയ്തിരുന്നു. പിന്നെ അന്നും എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമായിരുന്നു. കാരണം എപ്പോഴും ഒരു പടി നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് നമുക്ക് അപ്രിസിയേഷൻ കിട്ടും. ഞാൻ ഇന്നലെ കണ്ട സിനിമയിലും നെഗറ്റീവ് ചെയ്ത ആ ക്യാരക്ടേഴ്സ് പിള്ളേർ എന്ത് രസം, മുറയില് എല്ലാത്തിലും നമ്മള് പണിയില്. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ, അങ്ങനെ നെഗറ്റീവ് ചെയ്യുന്നവരാണ് ഹീറോസ് ആയിട്ട് ഹീറോസ് ആവുന്നത്. അതെ, നല്ല മ്യൂസിക് ഒക്കെ അവർക്കായിരിക്കും. അതെ. ഈ ഒന്നാലോചിക്കണം, സാഗർ എന്ന് പറയുന്ന അവൻ, സാഗർ തട്ടിമുട്ടിയിലാണ് വരുന്നത്. അവൻ ആദ്യം ചെയ്തത് കോമഡിയാണ്. അവൻ ആദ്യം കോമഡി ചെയ്തു. അത് കഴിഞ്ഞ് ചെയ്ത സിനിമയിലും 1-2 കോമഡി ആയിരുന്നു. ഒന്നില് മാത്രമാണ് 2 സിനിമ ചെയ്തെന്ന് തോന്നുന്നു. അല്ല, ഒന്നില് രാജുവിന്റെ കുരുതി, അതില് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു നെഗറ്റീവ് എന്ന് തന്നെ പറയാം.